നോക്കൂ, സാധാരണക്കാരായ ആളുകളാകട്ടെ, ആരാകട്ടെ, മതവിദ്യാർത്ഥികളാകട്ടെ, ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരാൾ ഉപദേശിക്കുന്നു, അത് നമ്മൾ ഉപദേശിക്കും, അവൻ ചെയ്യുന്നത് എതിർക്കുന്നു, അല്ലെങ്കിൽ അവൻ ദീൻ ലംഘിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടുന്നു. ഇതെല്ലാം അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. ഞാൻ പറഞ്ഞത് അവൻ കേട്ടില്ലല്ലോ, ആ രൂപത്തിലേക്കായി പോകരുത്. ദഅവത്തിൽ നമ്മുടെ നീയത്തിനെ മോശമായി ബാധിക്കുന്ന, നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു രംഗമാണ്. നമുക്ക് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി, റബ്ബിനു വേണ്ടി അങ്ങനെ നീ ഉപദേശിക്കാൻ നിന്നാൽ നിനക്ക് റാഹത്തുണ്ടാവും മനസ്സിൽ. നീ വല്ലാതെ പ്രയാസപ്പെട്ടു പോവുകയില്ല, അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ. കാരണം ഹക്കിന് ഒരാൾ എതിർക്കുന്നെങ്കിൽ അവൻ എതിർക്കുന്ന യഥാർത്ഥത്തിൽ റബ്ബിൻ്റെ ആയത്തുകളെയാണ്. അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നബിയോട് പറഞ്ഞില്ലേ, നബിയെ അങ്ങേയല്ല അവർ എതിർക്കുന്നത്, അങ്ങേ അവല്ല അവർ നിഷേധിക്കുന്നത്. വലാകിന്ന അദ്ദാലിമീന ബിആയാത്തില്ലാഹി യജ്ഹദൂൻ. അള്ളാഹുവിൻ്റെ ആയത്തുകളെയാണ് ഈ അക്രമികൾ നിഷേധിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബ്ബ് പറഞ്ഞതുപോലെ.